ഇറാനിൽ ഭരണവിരുദ്ധ പ്രക്ഷോഭം ആളിപ്പടരുകയാണ്. ജനങ്ങൾ തെരുവിലാണ്. ഇന്റർനെറ്റും ഫോൺ ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ടതിനാൽ പുറം ലോകം അവിടെ നടക്കുന്ന പല ക്രൂരതകളും അറിയുന്നില്ല. എന്തുകൊണ്ടാണ് ഇറാൻ ജനത ഇത്രയധികം പ്രകോപിതരാവുന്നത്? ഇത് കേവലം വിലക്കയറ്റത്തിനെതിരെയുള്ള സമരം മാത്രമല്ല, മറിച്ച് വർഷങ്ങളായുള്ള മതഭരണകൂടത്തിന്റെ അടിച്ചമർത്തലുകൾക്കെതിരെയുള്ള പോരാട്ടമാണ്. നമ്മുടെ കാലഘട്ടത്തിൽ സ്ത്രീകൾ തങ്ങളുടെ അവകാശങ്ങൾക്കായി ഇത്ര ശക്തമായി പോരാടുന്നത് ഇറാനിൽ മാത്രമായിരിക്കും. ഹിജാബ് ശരിയായി ധരിച്ചില്ലെന്നാരോപിച്ച് 22 വയസ്സുള്ള മഹ്സ അമീന എന്ന പെൺകുട്ടിയെ പോലീസ് തല്ലിക്കൊന്നതാണ് ഈ കനൽ വീണ്ടും ജ്വലിപ്പിച്ചത്. ഇന്ന് ഇറാനിലെ സ്ത്രീകൾ പൊതുസ്ഥലത്ത് ഹിജാബ് കത്തിച്ചും മുടി മുറിച്ചും സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യങ്ങളുമായി തെരുവിലാണ്. വെറും ആചാരങ്ങൾ മാത്രമല്ല പ്രശ്നം. സാധാരണക്കാരനൊടിക്കുന്ന വിലക്കയറ്റവും അഴിമതിയും ഇറാനെ തകർത്തു. തലസ്ഥാനമായ ടെഹ്റാനിൽ പോലും കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥയാണ്. 50% പണപ്പെരുപ്പം കാരണം മിഡിൽ ക്ലാസ് ആളുകൾ ദരിദ്രരായി മാറി. ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് പകരം അയൽ രാജ്യങ്ങളിലെ യുദ്ധങ്ങൾക്കും തീവ്രവാദ ഗ്രൂപ്പുകളെ സഹായിക്കാനുമാണ് ഭരണകൂടം പണം ചെലവാക്കുന്നത്. 1979 ഷാ രാജാവിനെ പുറത്താക്കി അധികാരത്തിൽ വന്നതാണ് ആയത്തുള്ള ഖൊമേനി. അന്ന് ഫെമിനിസ്റ്റുകളും ലിബറലുകളും അദ്ദേഹത്തെ പിന്തുണച്ചിരുന്നു. എന്നാൽ അധികാരം കിട്ടിയ ഉടൻ അദ്ദേഹം എല്ലാവരെയും അടിച്ചമർത്തി. മുല്ലമാരുടെ ഭരണം, തിയോക്രസി നടപ്പിലാക്കി. ഇത് ആ മതഭരണകൂടത്തോടുള്ള വെറുപ്പാണ് ജനങ്ങൾ ഒരു പള്ളി കത്തിച്ചതിലൂടെ പോലും പ്രകടമാക്കുന്നത്. 99% മുസ്ലിം രാജ്യമാണെന്ന് പറയുമ്പോഴും സർവേകൾ പ്രകാരം പകുതിയിലധികം ജനങ്ങളും മതരഹിതമായി ചിന്തിക്കുന്നവരാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഈ വിപ്ലവം ഇറാൻ ഭരണകൂടം തോക്കുകൾ കൊണ്ട് അടിച്ചമർത്തിയേക്കാം. ഇതിനോടകം 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. എങ്കിലും ഒന്നുറപ്പാണ്, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഈ ആവേശം അണയില്ല. അധികാരം വിട്ടൊഴിയാത്ത വൃദ്ധരായ ഭരണാധികാരികളുടെ ഈഗോയാണ് ലോകം നേരിടുന്ന വലിയ പ്രതിസന്ധി. ഇറാനിലെ ഈ പ്രക്ഷോഭത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.